BJP സംസ്ഥാന അധ്യക്ഷനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ നടക്കും. കെ സുരേന്ദ്രൻ വീണ്ടും സംസ്ഥാന അധ്യക്ഷനാകുമെന്നാണ് സൂചന. തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, BJP കോർ കമ്മിറ്റി അംഗങ്ങളായ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരെയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. V മുരളീധരൻ തിരിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനമുണ്ടെന്നാണ് സൂചന. VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തുടരാൻ തന്നെയുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഡോക്ടർ, അങ്ങനെയാണ്. അതായത് നിലവിലൊരു സാധ്യത പറയുന്നത് ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യക്ഷൻ മാറിയാൽ സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാവും. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്നുള്ളതായിരിക്കാം തീരുമാനം എന്ന് പറയുന്നു. പക്ഷേ അതൊരു ലോജിക്കലായിട്ടുള്ള റീസണായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം അതേ കാരണം തന്നെ തെറ്റിച്ചിട്ടുമുണ്ട്. ബീഹാറിൽ ആണ് ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ബീഹാറിലെ സംസ്ഥാന അധ്യക്ഷൻ മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാരണമായിട്ട് പറയുന്നത് കേരളത്തിൽ മാറാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ മാറ്റമുണ്ട് എന്നാണ് പരിഗണിക്കുന്നതെങ്കിൽ അത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പേരുകളിലേക്കാണ് പരിഗണിക്കപ്പെടുന്നത്. ഇവരിലൊന്നുമല്ലാത്ത ജേക്കബ് തോമസിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ അണ്ണാമലൈ മോഡൽ കേരളത്തിലും വന്നേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ കൂടി, പരീക്ഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കാം എന്നുള്ളതാണ്. നാളെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നാളെ കോർ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ആരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. അതിനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒബ്സർവേറ്റർ ആയിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയും അതുപോലെ വാനതി ശ്രീനിവാസനും നാളെ കേരളത്തിലെത്തുന്നുണ്ട്. രണ്ടുപേരും പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ആരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അതിനുശേഷം തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ, അതായത് മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉപരി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ വലിയൊരു സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി ആ സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു VS രഞ്ജിത്ത്. പറയുന്നതനുസരിച്ച് കെ സുരേന്ദ്രനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റു ചിലരെയും പരിഗണിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെയാണ്. അതിനുശേഷം കൗൺസിലിൽ തിങ്കളാഴ്ചയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുതിയ BJP അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ആ പുതിയ സംസ്ഥാന അധ്യക്ഷന് കീഴിലാണ് നടക്കേണ്ടത്. അതുകൊണ്ട് നിലവിലുള്ള കെ സുരേന്ദ്രന് പകരം മറ്റൊരാളെ ഈ സമയത്ത് ഏൽപ്പിച്ച് സംഘടനയുടെ ഇക്വേഷൻസ് തകർക്കണോ എന്നുള്ളതും ഒരു പ്രധാന പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുമോ അതല്ല കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ എന്നുള്ളത്.